പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ CPM തയ്യാറാവുന്നു. CPM പാർട്ടി പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിന് മറുപടിയുമായി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഇന്ന് മാധ്യമങ്ങളെ കാണും. ധൻരാജ് രക്തസാക്ഷി ഫണ്ടിലെ കണക്കുകൾ ജില്ലാ സെക്രട്ടറി പുറത്തുവിട്ടേക്കും. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും. ഗുഡ് മോർണിംഗ് അഭിജിത്ത് മുഴക്കുന്ന. ഇന്നിപ്പോ പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ട് കണക്കവതരിപ്പിക്കാൻ ഇറങ്ങുകയാണ്. അത് പാർട്ടിയിലല്ല, പകരം പൊതുമധ്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലാണ് കണക്കവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അങ്ങനെ ഇതുവരെയും വേണ്ടി വന്നിട്ടില്ല. ഒരു പാർട്ടിയും അങ്ങനെ ചെയ്യാറുമില്ല. പിരിച്ചെടുത്ത ആഭ്യന്തര കാര്യത്തിന് വേണ്ടി പിരിച്ചെടുത്ത പാർട്ടിയുടെ കണക്ക് ഒരു പൊതുമധ്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ചരിത്രമില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യവും ഒരർത്ഥത്തിലില്ല. പക്ഷേ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പുറത്തിറങ്ങി വലിയ സംശയമുണ്ടാവുമ്പോൾ ആ സംശയത്തിന്റെ പുകമറയിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ഇപ്പോൾ പാർട്ടി ഇത് ചെയ്യുന്നത്. ഓരോന്നിലും ധൻരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, അതേപോലെ MLA എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ള റിസീപ്റ്റ് അടിച്ചതുമായി ബന്ധപ്പെട്ടത്, ഒപ്പം തന്നെ ഏരിയ കമ്മിറ്റി നിർമ്മാണവുമായി, ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവ്, ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തുമോ ഇന്ന് പാർട്ടി സെക്രട്ടറി? കണക്കുകൾ എണ്ണി പറയുമോ? അരുൺ, ഗുഡ് മോർണിംഗ്. കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങളെ പ്രാദേശികം എന്ന നിലയിൽ ലഘൂകരിക്കാനാണ് ഇന്നലെയും CPM സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചത്. അതായത്, നിങ്ങൾ കുഞ്ഞികൃഷ്ണ എന്ന് ജപിച്ചോളൂ, ഞങ്ങൾക്കൊരു ഉത്കണ്ഠയുമില്ല, അദ്ദേഹത്തിൻ്റെത് അടഞ്ഞ അധ്യായമാണ് എന്ന് ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞു. പക്ഷെ അപ്പോഴും പാർട്ടിക്കകത്ത് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങൾ അത് അണികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു എന്നുള്ളൊരു സംസാരമുണ്ട്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനുള്ള ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനവും. ഞാൻ ഈ പുസ്തകം വായിക്കട്ടെ, പിന്നീട് നിങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി വരുന്ന ചോദ്യാവലിക്കൊക്കെ ഉത്തരം നൽകാമെന്നുള്ളതാണ് KK രാഗേഷ് അറിയിച്ചത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അരുൺ ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരാശയക്കുഴപ്പം അത് അണികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് CPM-നെ കുഴക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒരു ന്യൂനപക്ഷത്തിനെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കുഞ്ഞികൃഷ്ണൻ പറയുന്നത് വിശ്വസിക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിയാകുമെന്നും CPM കരുതുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കണക്കിന്റെ കാര്യമാണ്. ആദ്യം ഇത് പാർട്ടിക്കകത്ത് അവതരിപ്പിച്ചാൽ മതി എന്ന നിലപാടായിരുന്നു CPM ജില്ലാ സെക്രട്ടറി സ്വീകരിച്ചത്. അതിലൊരു U-ടേൺ എടുക്കുന്നത് നമ്മൾ കണ്ടു. MV ഗോവിന്ദനാണ്, CPM സംസ്ഥാന സെക്രട്ടറിയാണ് പിന്നീട് പറഞ്ഞത് ഞങ്ങളിത് പൊതുമധ്യത്തിലേക്ക് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളത്. അതും പ്രധാനമായും ഇത്തരത്തിൽ വലിയൊരു ആശങ്ക അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിമർശനമൊക്കെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സാധാരണ നിലയിൽ പാർട്ടിക്കകത്ത് മാത്രം CPM അവതരിപ്പിക്കുന്ന കണക്കുകളാണ്. കാരണം തങ്ങളിത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് മാത്രം പിരിച്ച ഫണ്ടാണ് എന്നാണ് CPM ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പാർട്ടി ഫണ്ട് അത് ജനങ്ങൾക്കിടയിലേക്ക് അവതരിപ്പിക്കാൻ CPM നിർബന്ധിതരായി എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. ഏതായാലും എങ്ങനെയാണ് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു പ്രതിരോധം CPM ജില്ലാ സെക്രട്ടറി തീർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കണക്കുകൾ അവതരിപ്പിച്ച് ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ കാര്യങ്ങൾ വരട്ടെ, തുറന്നു വരട്ടെ. താങ്ക് യു അഭിജിത്ത് മുഴക്കുന്ന. കണക്കുകൾ വരണം, സംവാദങ്ങൾ ഉണ്ടാവണം, അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. കുഞ്ഞികൃഷ്ണൻ പക്ഷേ ഒരു ഓഡിറ്റർ കൂടിയാണ്. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ വിശദീകരണം പാർട്ടി സെക്രട്ടറിക്ക് നൽകാൻ കഴിയുമോ? ആ സമയത്ത് തന്നെ കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം ഉണ്ടാവും. അങ്ങനെയാണല്ലോ സ്വാഭാവികമായും. ഇതൊക്കെ പാർട്ടിക്കുള്ളിലെ കണക്കുകളാണ് ആയിരുന്നു പാർട്ടിയുടെ നിലപാട്. പക്ഷേ ആ സംശയം പൊതുമധ്യത്തിൽ വരികയും മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി സംശയ നിവാരണത്തിനായി നേരിട്ട് പാർട്ടി രംഗത്തിറങ്ങുകയാണ്.